ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ. അപ്പോൾ എല്ലാവരും ഹാപ്പി ഡേയ്സ് സേഫ് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡു ചെക്ക് ഇറ്റ്. എന്നിട്ട് എങ്ങനെ ഓണിച്ചു എന്ന് പറയണം. ഓക്കെ, അത് ആക്ച്വലി കളർ ചെയ്തിട്ട് എൻ്റെ ഹെയർ നല്ല ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. പിന്നെ കുറച്ച് കളർ ഇവിടെ ബാക്കിയുണ്ട്, അതും കൂടി കട്ട് ചെയ്ത് ഞാൻ മുട്ടയടിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്തത്. എൻ്റെ അടുത്ത് കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നൊരു വീഡിയോ ആയിരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പല സ്ഥലങ്ങളിലും പറയുന്നതാണ്. എനിക്കൊരു 6-7 ഇയേഴ്സ് ബാക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മാർക്കാണ് എൻ്റെ ലിപ്പിൽ കിടക്കുന്നത്. മുന്നേക്ക് ആൾക്കാർ കൂറ കടിച്ചതാണോ, പിന്നെ ഉറുമ്പ് കടിച്ചതാണോ, എന്ത് പറ്റിയതാണോ ഒക്കെ ചോദിച്ചുകൊണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ഒരു Q&Aയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയതായിരുന്നു. ആക്സിഡൻറ്റ് സ്റ്റോറി പറയുമോ ചാച്ചി എന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ എൻ്റെ ആക്സിഡൻറ്റ് സ്റ്റോറി പറയാം. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. നമുക്ക് ആ സമയത്ത് ഞാൻ ബസ്സിലാണ് പോവുക, KSRTCയിലാണ് പോവുക. അപ്പോൾ ബസ് പാസ് ഉണ്ടാവുമല്ലോ, ബസ് പാസ് നമുക്ക് സ്കൂളിൽ നിന്ന് സൈൻ ഇട്ട് തരണം, അല്ലെങ്കിൽ സ്കൂളിൻ്റെ സീലിട്ട് തരണം ബസ് പാസ് കിട്ടണമെങ്കിൽ. അങ്ങനെ ബസ് പാസ് എടുക്കാൻ വേണ്ടി ഞാൻ ആ സമയത്ത് ബൈക്ക് എടുത്തുകൊണ്ടുണ്ടായിരുന്നു, ലൈക്ക് 2 വീലർ എടുത്തുകൊണ്ടുണ്ടായിരുന്ന ആളാണ്. അങ്ങനെ ഞാൻ രാവിലെ നമ്മളെ പൾസർ 220 ഒക്കെ എടുത്ത് പോയി പാസ്സൊക്കെ എടുത്ത് വന്ന് ഇങ്ങനെ ലൈക്ക് എൻ്റെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞങ്ങൾ ഉച്ചയ്ക്ക് കിടന്നുറങ്ങി, ഫുഡൊക്കെ ഭ്രഷ്ടാന്ന ഭോജനമൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങി ഇടയ്ക്ക് അമ്മ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അച്ഛമ്മേൻ്റെ മരുന്ന് തീർന്നിട്ടുണ്ട്, അത് പോയി വാങ്ങിയിട്ട് വരണം എന്ന്. അപ്പം എൻ്റെ ചേച്ചിയും വേറൊരു കസിനും കൂടെ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, അപ്പം ആ സമയത്ത് വണ്ടി ഒരു റേസഡാന്ന് തോന്നുന്നു, 2 വീലർ സ്കൂട്ടി മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എനിക്ക് അറിയില്ലായിരുന്നു ദാറ്റ് അതിൻ്റെ ബ്രേക്ക് ലൂസ് ആയിരുന്നു, അല്ലെങ്കിൽ വീലിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ള കഥ എനിക്കറിയില്ലായിരുന്നു. നമ്മളവിടെ കണ്ടു, എടുത്തു, പോയി. അപ്പം ഞാനങ്ങനെ മരുന്ന് വാങ്ങാൻ വേണ്ടി പെരുമ്പള പോയി. അപ്പം മില്ലിൽ പോയി അച്ഛനോടത് ലിസ്റ്റ് വാങ്ങി പൈസ ഒക്കെ വാങ്ങി ഞങ്ങൾ കാസർഗോഡ് പോയി മരുന്ന് വാങ്ങി. പിന്നെ തിരിച്ചു വന്നു. നമ്മൾ മരുന്ന് വാങ്ങാൻ പോകുന്ന സമയത്ത് എൻ്റെ കസിൻ ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ബസ്സിൻ്റെ ബോർഡ് കണ്ടിട്ട് ദേളി എന്ന് പറഞ്ഞ സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കാണിച്ചു തരാം. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, ഈ വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് പറയില്ലേ, അതാണ് അവിടെ സംഭവിച്ചത്. ഞാൻ അങ്ങനെ മരുന്ന് കൊടുത്തിട്ട് ഞാനും എൻ്റെ കസിനും ഒരു കാര്യമില്ലാണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ദേളി കാണാൻ പോയതാണ് ഞാൻ. അങ്ങനെ ഞങ്ങൾ 2 വീലറിൽ ദേളിയൊക്കെ കാണിച്ച് അവിടെ നിന്ന് തിരിച്ച് വളരെ മെല്ലെയാണേ, കാരണം ഞങ്ങൾ കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ടാണ് വരുന്നുള്ളത്. വളരെ മെല്ലെ ഇങ്ങനെ വരുന്നു. ഫ്രണ്ടിൽ ഒരു ബസ് വരുന്നു, ഫ്രണ്ടിലും ബാക്കിലും ബസ് വരുന്നു. അപ്പം ഞാൻ സൈഡ് കൊടുത്തത് ഞാൻ വിചാരിച്ചു നമ്മൾ ലൈക്ക് റോഡിൽ നിന്ന് പുറത്തായി വണ്ടി കയറിപ്പോവും എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ വിചാരിച്ച പോലെ എല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആരായനെ അല്ലേ, അതപ്പം ഞാൻ ചിന്തിച്ചിട്ടില്ല. കയറിയില്ല, വണ്ടി സ്കിഡായി. ഞാൻ റോഡിൽ വീണു ഇങ്ങനെ മുഖം റോഡിലിങ്ങനെ ഒരഞ്ഞു പോയി. എന്നിട്ട് നമ്മളിങ്ങനെ ഒരഞ്ഞെണീക്കുമ്പോൾ ഒരു ബസ് ലൈക്ക് എന്താ പറയുക, കാലിന് വരെ എന്നെ വേണ്ട എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ബിക്കോസ് എൻ്റെ ഫേസ് ഞാൻ കാണുന്നില്ല. അപ്പം ബസ്സിൽ നിന്ന് എല്ലാവരും ഭയങ്കരമായിട്ട് ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ മാറുന്നുണ്ട്. അപ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല എൻ്റെ മുഖത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞു. ഞാൻ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ വായുണ്ടല്ല ഇതൊക്കെ കാണിച്ചു. എനിക്ക് ഒരു രീതിയിലുള്ള വേദനയോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ കസിൻ ബ്രദർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ പേര് വിളിച്ചപ്പം ഒരു കാറ്റിങ്ങനെ പോയി. അപ്പോൾ തൊട്ട് നോക്കുമ്പോൾ പല്ലില്ല, എൻ്റെ ഒരു പല്ല് പോയി. അപ്പോൾ അത് റോട്ടിൽ റോട്ടിൽ എൻ്റെ മുഖം തട്ടിയപ്പോൾ എൻ്റെ പല്ല് പോയി. എനിക്കത് ഭയങ്കര സങ്കടമായി. അത് ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, ഭയങ്കര സങ്കടമായി. അങ്ങനെ എൻ്റെ കസിൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു പോവാം, ഹോസ്പിറ്റലിൽ പോകാം, വേറെ വഴിയില്ലല്ലോ. അങ്ങനെ എന്തായാലും, കാരണം എന്നെ നോർമൽ ഞാൻ അവിടെയാണ് പഠിച്ചത്. ലൈക്ക് തലക്കളായി നിന്നാണ് എനിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ഞാൻ പരവനെടുക്കാണ് പഠിച്ചത്. സോ ഒബ്വിയസ് ആയിട്ടും എൻ്റെ അച്ഛന് കോള് പോകും. അങ്ങനെ വേറെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞാൽ എൻ്റെ അച്ഛൻ അറ്റാക്ക് വന്നു പോകും. അങ്ങനെ ഞാൻ തന്നെ മൊബൈൽ എടുത്ത് വിളിച്ചു പറഞ്ഞു. അപ്പം അച്ഛൻ്റെ സൗണ്ട് കേട്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ കരഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എൻ്റെ പല്ല് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ അവിടെ പരവനെടുക്കാൻ നിൽക്കാൻ പറഞ്ഞു. ഓടി വന്നിട്ട് എന്നോട് കോറല്. അപ്പോൾ അച്ഛൻ ഭയങ്കര പാനിക്കായിരുന്നു. ബിക്കോസ് ഞാൻ അതുവരെയും എൻ്റെ ഫേസ് ഞാൻ കാണുന്നില്ല. ഓക്കെ, എനിക്ക് ഒരു രീതിയിലുള്ള വേദനയില്ല. എൻ്റെ പല്ല് പോയി എന്ന് മാത്രമാണ് എൻ്റെ മൈൻഡിലുള്ളത്. അപ്പോൾ ആൾക്കാർ വരുന്നു, നിർത്തുന്നു, അവരുടെ കാറിലുള്ള ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ നിന്ന് പിന്നെ കോട്ടൺ എടുത്ത് തരുന്നു. അപ്പം ഇത് നിൽക്കുന്നില്ല, ബ്ലഡ് നിൽക്കുന്നില്ല. ഞാനിങ്ങനെ വെക്കുന്നു, അപ്പം തന്നെ കളയുന്നു. ഷർട്ട് മൊത്തം ബ്ലഡ്, ഈ തരുന്ന കോട്ടണൊക്കെ ബ്ലഡ്. ഞാൻ വിചാരിക്കുന്നത് എന്താ, നമ്മൾ പല്ലൊക്കെ പൊരിഞ്ഞ് പോകുമ്പോൾ ബ്ലഡ് വരുമല്ലോ, അങ്ങനെ വരുന്ന ബ്ലഡാണെന്നാണല്ലോ ഞാൻ ചിന്തിക്കുന്നത്. വൈ? ബിക്കോസ്
ഞാൻ എന്നെ കണ്ടിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു. അപ്പം അമ്മേനോട് ആൾക്കാർ വീട്ടിൽ വിവരം എത്തി, ഇങ്ങനെ ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് എന്നുള്ള ഒരു സാധനം. അങ്ങനെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വന്നാലേ പറ്റൂന്ന് പറഞ്ഞു. ഞാനാണെങ്കിൽ ഇവിടെ, പക്ഷെ എനിക്ക് പ്രശ്നമില്ലല്ലോ, പിന്നെ വേദനയും കാര്യങ്ങളൊന്നുമില്ല, ആ തരിപ്പിൽ വേദന ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ചെമ്മനാട് പോയി അമ്മേനെ ഒക്കെ എടുത്തു. അപ്പോഴും ഞാൻ ഇവരുടെയൊക്കെ ഫേസിലുള്ള എക്സ്പ്രഷൻ ഇങ്ങനെ മാറുമ്പോഴും ഞാൻ ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇടുന്നത്, ഒരു പല്ല് പോയതിനാണോ എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെ അമ്മ കയറുന്നു, ഞാൻ കാണുന്നില്ല എന്നെ. അങ്ങനെ സിഗ്നൽ എത്തുന്ന സമയത്താണ് ഞാൻ സൈഡ് മിററിൽ എന്നെ കാണുന്നത്. ഓ മൈ ഗാഡ്, ഇറ്റ് വാസ് ജസ്റ്റ്, ഞാനുണ്ടല്ലോ ഇല്ലാണ്ടായിപ്പോയി. ബിക്കോസ് ഇത്ര ഭാഗം ഇല്ല. ഓക്കെ, എൻ്റെ അപ്പർ ലിപ്പും ഇത്ര ഭാഗം അവിടെ ഇല്ല. ഈ നമ്മുടെ നൊണ്ണും അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അത്രയും ഭാഗം റോട്ടിൽ ഒരഞ്ഞുപോയി. അതാണ് ഈ ബ്ലഡ് നിൽക്കാത്തത്. എനിക്കാണെങ്കിൽ സങ്കടം വന്നിട്ട് എൻ്റെ അമ്മേ, എന്താ ചെയ്യുക, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത്രയും സ്കിൻ അവിടെ നിന്ന് പോയി. അങ്ങനെ ഞങ്ങൾ കെയർവെല്ലിൽ പോയി. എനിക്ക് വേദനയൊന്നുമില്ല. കെയർവെല്ലിൽ പോയി. അപ്പം സ്റ്റിച്ച് ഇടാൻ വേറെ ഓപ്ഷൻ ഇല്ല, കാരണം ഇവിടെ സ്കിന്നില്ല സ്റ്റിച്ച് ഇടാൻ വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെയോ അപ്പം രണ്ട് സ്റ്റിച്ച് പുറത്ത് വന്നേണ്ടതാണ് ഇപ്പോഴും എൻ്റെ ലിപ്പിൽ മാർക്ക് കിടക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ഇട്ടു. ഞാൻ ആ ഹോസ്പിറ്റൽ മൊത്തത്തിൽ അങ്ങ് ചിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ സ്റ്റിച്ച് ഇടുമ്പോഴൊന്നും എനിക്ക് വേദനയില്ല. എനിക്ക് വേദന അല്ലെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റാണെന്ന് വെച്ചാൽ എൻ്റെ കൈ, ഈ ഒരു ഏരിയ മൊത്തം കൈ പോയിട്ടുണ്ടായിരുന്നു. ഒന്ന് അവിടെ, ഒന്ന് ഈ ഒരു ഏരിയ, രണ്ട് മുട്ടും പോയിട്ടുണ്ടായിരുന്നു. ഒരു മുട്ടിൽ ഒരു തുള വീണു, കല്ല് കയറിയിട്ട് ഒരു തുള വീണിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിലേക്ക് ഇവരുണ്ടല്ലോ ഒരു ബ്രൗൺ കളർ ഒരു സാധനം കോട്ടണിലാക്കിയിട്ട്, എൻ്റെ ഭഗവാനെ, എനിക്ക് ഇപ്പോഴും എൻ്റെ രോമണിച്ചിട്ട് എൻ്റെ അമ്മേ ഒരു വേദന ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റാത്ത വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന. ഞാനാണെങ്കിൽ ആലമുറയിട്ട് അച്ഛനെ മാന്തി പറച്ചനക്ക് അത്ര വേദന എടുത്തു. അങ്ങനെ ജീൻസൊക്കെ കീറി, പിന്നെ മുട്ടിലും മരുന്ന് വെച്ചു. ഏകദേശം എനിക്ക് ഉറപ്പായിരുന്നു ഇതെന്തായാലും ലെവലാവില്ല, എങ്ങനെയും പ്ലാസ്റ്റിക് സർജറി വരും. അപ്പം അച്ഛൻ പറഞ്ഞു ഡോണ്ട് വരി എന്ത് തന്നെ ആയാലും നമുക്ക് നോക്കാം, ഇപ്പം ഇത്രയല്ലേ ആയിട്ടുള്ളൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരു 2 months അങ്ങനെ പോയി. ഇത് ഒന്ന് ഹീലാവാനുള്ള ടൈം ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് ആയിട്ട് അത് കവറായി വന്നു, സ്കിന്ന് മാറി വന്നു, കുഴപ്പമില്ല. ഈ ഒരു മാർക്ക് മാത്രമാണ് ബാക്കി ഉണ്ടായിരുന്നത്. കൈയും കാലൊക്കെ സെറ്റായി വന്നു. ഞാൻ പിന്നെ സ്കൂളിൽ അച്ഛനോട് പറഞ്ഞു പോകണ്ട, സ്കൂളിൽ ഈ ഒരു പല്ല് പോയതാണല്ലോ, ഒട്ടപ്പല്ലും വെച്ച് ഒട്ടപ്പല്ലിയായി പോകണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തിനാണ് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം, കാരണം എൻ്റെ പല്ല് പോയ കാര്യം മൊത്തത്തിൽ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ പണ്ടേ വെളിച്ചപ്പാടാണല്ലോ നാട്ടിലത്തെ, അപ്പോൾ സ്പ്രെഡായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പിന്നെ എനിക്കത് വലിയൊരു ഷെയിമായിട്ട് തോന്നിയിട്ടൊന്നുമില്ല ഒരു പല്ല് പോയി. ഞാൻ അങ്ങനെ തന്നെ സ്കൂളിൽ പോയി. പിന്നെ കുറച്ച് കഴിയുമ്പം പല്ല് കാണിച്ചു, കാരണം ഇത് ഫുള്ളി ഇത് ഹീലാവാണ്ട് നമുക്ക് പല്ലിൻ്റെ പരിപാടിയിലേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ പല്ല് കാണിച്ചു. ദെൻ വന്നിട്ട് സെറാമിക് ക്യാപ്പ് വെക്കാമെന്ന് പറഞ്ഞു. അത് വേദനയൊന്നും ഇല്ലായിരുന്നു, എനിക്ക് ഭയങ്കര പുളിപ്പായിരുന്നു. അങ്ങനെ റൂട്ട് കനാൽ ചെയ്തിട്ട് പല്ല് വെച്ചു, ബാക്ക് ടു നോർമലായി. പിന്നെ ഹീൽ ചെയ്ത് വന്നിട്ട് ഇപ്പം ഈ ഒരു പാർട്ട് മാത്രമാണ് ബാക്കിയായിട്ടുള്ളത്. അതും ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചു, പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. ഐ സെഡ് നോ, ഇറ്റ്സ് ഓക്കെ. കാരണം എനിക്കത് വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഇരിക്കട്ടെ, നമുക്കൊരു ഇതല്ലേ. എൻ്റെ ഫസ്റ്റ് ആക്സിഡൻ്റ് ആയിരുന്നു അത്. എൻ്റെ ഫസ്റ്റ് ആക്സിഡൻറ്റിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ സൂക്ഷിച്ച് കൊണ്ടു നടക്കുന്നതാണ്, എൻ്റെ ശരീരത്തോടു കൂടി സൂക്ഷിച്ച് കൊണ്ട്. അത് മാത്രമല്ല കേട്ടോ, ഞാൻ കാലിലൊരു തുളയായി എന്നുള്ളത്, അതും അവിടെ തന്നെ ബാക്കിയുണ്ട് അങ്ങനെ ഒരു മാർക്കായിട്ട്. ബാക്കി ഏകദേശമൊക്കെ മാർക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ലെവലായി പോയി. എന്നാലും ഉണ്ട്, എവിടെയൊക്കെയോ കിടക്കുന്നുണ്ട് കുറച്ച് സാധനങ്ങൾ. ബട്ട് ഞാൻ പേടിച്ചിട്ടൊന്നുമില്ലായിരുന്നു ആ സമയത്ത്. ഞാൻ പേടിച്ചത് കഴിഞ്ഞ ദിവസത്തെ ആക്സിഡൻറ്റിലാണ് ഞാൻ വല്ലാണ്ട് പേടിച്ചു പോയത്. ഫസ്റ്റത്തെ ആക്സിഡൻറ്റിൽ എനിക്ക് അങ്ങനെ ഒരു പേടി കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, പേടിക്കാനുള്ള സമയമില്ല. കാരണം എൻ്റെ മുറിവുകളെ കുറിച്ച് ചിന്തിക്കാനായല്ലോ. അത് ചിന്തിക്കുമ്പോൾ എനിക്ക് ആക്സിഡൻ്റ് ആയ ഒരു സാധനം ഞാൻ ചിന്തിക്കുന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാം മാറി ബാക്ക് ടു നോർമലായി ഞാൻ. പിന്നെ നിങ്ങൾ ഈ കാണുന്ന ഈ കൊലത്തിലായി മാറി ഞാൻ. ഇതായിരുന്നു എൻ്റെ ആക്സിഡൻറ്റ് സ്റ്റോറി. 7 years ബാക്ക് സംഭവിച്ചിട്ടുള്ള ആക്സിഡൻറ്റ് സ്റ്റോറി ഇതായിരുന്നു ഗായ്സ്. ഹെൽത്ത് ബൈ.